നമ്മുടെ അതിർത്തികളിൽ നിശബ്ദമായ എന്നാൽ അത്യന്തം മാരകമായ ഒരു കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഏതൊരു ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്ന ഒന്നാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് കുതിച്ചുയർന്ന ഒരു മിസൈൽ കേവലം ഒരു ആയുധ പരീക്ഷണം മാത്രമായിരുന്നില്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്ത് വിളിച്ചോതുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. INS അരിക്കോട്ട് എന്ന ആണവ അന്തർവാഹിനിയിൽ നിന്ന് K4 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതോടെ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ കണ്ണിൽപ്പെടാതെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരുന്ന് പ്രത്യാക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ ശേഷി ഇന്ന് ലോകത്തെ വൻ ശക്തികൾക്കൊപ്പം എത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിക്ഷേപണം ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നത് എന്നും നമ്മുടെ സുരക്ഷാ സങ്കല്പങ്ങളിൽ ഇത് വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ആഴത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ആണവ നയത്തിൻ്റെ അടിസ്ഥാനം പ്രത്യാക്രമണ ശേഷിയാണ്. അതായത് നമ്മൾ ആദ്യം ഒരാളെയും ആക്രമിക്കില്ല, എന്നാൽ നമുക്ക് നേരെ ഒരു ആണവാക്രമണം ഉണ്ടായാൽ അതിന് മാരകമായ തിരിച്ചടി നൽകാൻ നാം സജ്ജരായിരിക്കും. ഈ നയത്തെ പ്രായോഗികമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ന്യൂക്ലിയർ ട്രയാഡ് അഥവാ ആണവ നയം. കരയിൽ നിന്നും വായുവിൽ നിന്നും കടലിൽ നിന്നും ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷിയാണിത്. കരയിലെ വിക്ഷേപണ തറകളും ആകാശത്തെ യുദ്ധവിമാനങ്ങളും ശത്രുക്കളുടെ ഉപഗ്രഹ നിരീക്ഷണത്തിൽ പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു ആണവ അന്തർവാഹിനി എവിടെയാണെന്ന് കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇവിടെയാണ് INS അരിക്കട്ടിൻ്റെയും K4 മിസൈലിൻ്റെയും പ്രസക്തി വർദ്ധിക്കുന്നത്. ശത്രുവിൻ്റെ ആദ്യ പ്രഹരത്തെ അതിജീവിച്ച് തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ മാർഗമായി ഇത് മാറുന്നു. K4 മിസൈലിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം സ്മരിക്കേണ്ടത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പരമ്പരയിലെ മിസൈലുകൾക്ക് K എന്ന നാമം നൽകിയിരിക്കുന്നത്. 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും കരുത്തുറ്റ സമുദ്രാധിഷ്ഠിത ആയുധമാണ്. അഗ്നി 3 മിസൈലിൻ്റെ സാങ്കേതിക വിദ്യയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണെങ്കിലും വെള്ളത്തിനടിയിൽ നിന്ന് വിക്ഷേപിക്കുക എന്നത് അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അന്തർവാഹിനിയിലെ സൈലോകളിൽ നിന്ന് പുറപ്പെടുന്ന മിസൈൽ ആദ്യം ജലനിരപ്പിലേക്ക് കുതിക്കുന്നു. സമുദ്രോപരിതലത്തിൽ എത്തിയ ശേഷം മാത്രമാണ് ഇതിൻ്റെ റോക്കറ്റ് മോട്ടോറുകൾ ജ്വലിക്കുന്നത്. ഈ ഒരു ഘട്ടം പരാജയപ്പെട്ടാൽ അന്തർവാഹിനിയുടെ സുരക്ഷയെ തന്നെ ഇത് ബാധിച്ചേക്കാം. എന്നാൽ അരികട്ടിൽ നിന്നുള്ള പരീക്ഷണം 100% കൃത്യതയോടെയാണ് പൂർത്തിയായത്. 2 ടണ്ണിലധികം ഭാരമുള്ള ആണവ യുദ്ധമുന വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിന് ശത്രുരാജ്യങ്ങളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വരെ പ്രഹരശേഷി ഏൽപ്പിക്കാൻ സാധിക്കും. INS അരിക്കട്ട് എന്നത് കേവലം ഒരു അന്തർവാഹിനിയല്ല, അതൊരു ചലിക്കുന്ന ആണവ നിലയം കൂടിയാണ്. സാധാരണ അന്തർവാഹിനികൾ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകളിൽ പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് വരേണ്ടി വരും. ഇത് ശത്രുക്കളുടെ റഡാറുകളിൽ പെടാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ അരികട്ട് പോലെ SSBN അന്തർവാഹിനികൾ ആണവോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ ഇവയ്ക്ക് സാധിക്കും. ഭക്ഷണവും സൈനികരുടെ മാനസികാരോഗ്യം നിലനിർത്താനുള്ള സൗകര്യങ്ങളും മാത്രമാണ് ഇവയുടെ പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നത്. ഈ രഹസ്യ സ്വഭാവമാണ് ഇന്ത്യയുടെ പ്രതിരോധ കവചത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നത്. അരികട്ടിൻ്റെ വരവോടെ ഇത്തരം 2 കരുത്തുറ്റ കപ്പലുകൾ ഇന്ത്യയുടെ പക്കലായി. ആദ്യത്തേതായ INS അരിഹന്ത് ചെറിയ ദൂരപരിധിയുള്ള മിസൈലുകളാണ് വഹിച്ചിരുന്നതെങ്കിൽ അരിഘട്ട് ദീർഘദൂര പ്രഹരശേഷിയുള്ള K4 മിസൈലുകൾ വഹിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ അനിവാര്യമാണ്. പ്രത്യേകിച്ചും ചൈനയുടെ നാവികസേന ഇന്ത്യൻ സമുദ്രമേഖലയിൽ സാന്നിധ്യം ശക്തമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ശക്തമായ ഒരു ഡിറ്ററൻറ്റ് അഥവാ പ്രതിരോധ ഭീഷണി അത്യാവശ്യമാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യക്ക് നിശബ്ദമായി തിരിച്ചടി നൽകാൻ കഴിയുമെന്ന് ശത്രു തിരിച്ചറിയുമ്പോൾ അത് വലിയൊരു പരിധിവരെ യുദ്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. സമാധാനം നിലനിർത്താൻ സജ്ജരായിരിക്കുക എന്ന തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ലോകത്ത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കിയതിലൂടെ ഇന്ത്യ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ മുൻനിരയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇന്ത്യയുടെ അന്തർവാഹിനി പദ്ധതി ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വർഷങ്ങളിൽ തന്നെ INS അരിധാമൻ എന്ന 3ാമത്തെ അന്തർവാഹിനിയും സേവനത്തിൻ്റെ ഭാഗമാകും. അതിനുശേഷം 10,000 ടൺ ഭാരമുള്ള അതിബൃഹത്തായ അന്തർവാഹിനികളാണ് വികസിപ്പിക്കുന്നത്. 5000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള K5 മിസൈലുകൾ ഇവയിൽ ഘടിപ്പിക്കുന്നതോടെ ഇന്ത്യയുടെ പ്രഹരശേഷി ആഗോളതലത്തിൽ തന്നെ തുല്യതയില്ലാത്തതാകും. നിലവിൽ K4 മിസൈലിൻ്റെ ഏതാനും പരീക്ഷണങ്ങൾ കൂടി പൂർത്തിയായാൽ അത് പൂർണ്ണമായും സൈന്യത്തിൻ്റെ ഭാഗമാകും. ഇത് കേവലം സാങ്കേതികമായ നേട്ടമല്ല, മറിച്ച് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ അത്യാധുനികമായ ആണവ മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരുടെ കഴിവിനുള്ള തെളിവുകൾ കൂടിയാണ് ഇത്.
ഈ നേട്ടം വലിയൊരു മുന്നറിയിപ്പും കൂടിയാണ്. ഇന്ത്യ സമാധാനകാംക്ഷിയായ ഒരു രാജ്യമാണ്. എന്നാൽ ആ സമാധാനത്തെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അതിന് മറുപടി നൽകാൻ വെള്ളത്തിനടിയിൽ പോലും നാം കണ്ണു തുറന്നിരിക്കുന്നു എന്ന മുന്നറിയിപ്പ്. ഓരോ തവണയും ബംഗാൾ ഉൾക്കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് അഗ്നി വർഷിക്കുന്ന ഈ മിസൈലുകൾ ഉയരുമ്പോൾ അത് രാജ്യത്തിൻ്റെ സുരക്ഷാബോധത്തെ ഉറപ്പിക്കുന്നു. തന്ത്രപരമായ സ്വയംഭരണാധികാരവും സാങ്കേതിക മികവും ഒത്തുചേരുമ്പോൾ ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറുകയാണ്. നാളത്തെ തലമുറയ്ക്ക് ഭയമില്ലാതെ ജീവിക്കാൻ INS അരികട്ടും K4 മിസൈലുകളും നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ്. നിശബ്ദമായി ആഴക്കടലിൽ പെട്രോളിംഗ് നടത്തുന്ന ഈ പടക്കപ്പലുകൾ ഇന്ത്യയുടെ അജയ്യമായ കരുത്തിൻ്റെ പ്രതീകമായി എന്നും നിലനിൽക്കും.